പിണറായി സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടെന്നും അതാണ് ഇടത് സാംസ്കാരിക പ്രവർത്തകരെ സർക്കാരിന് എതിരാക്കിയതെന്നും വി.ഡി. സതീശൻ. നല്ല കമ്മ്യൂണിസ്റ്റുകൾ UDF-മായി സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കലല്ല, ശബ്ദമില്ലാത്തവരെ കേൾക്കുന്നതാണ് ജനാധിപത്യമെന്ന് കെ. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പറയുന്നത് ശരിയായി മനസ്സിലാകാത്തവരാണ് തന്നെ വിമർശിക്കുന്നതെന്നും പോസ്റ്റിൽ. സച്ചിദാനന്ദൻ ഇടതുപക്ഷ ബന്ധുവെന്നും ബന്ധുക്കൾ പുകഴ്ത്തണമെന്ന് പറയാൻ പറ്റില്ലെന്നും ബിനോയ് വിശ്വം. വിമർശനങ്ങളെ അവസരങ്ങളായി കാണുന്നുവെന്ന് തോമസ് ഐസക്. സിനിമാ താരം ജയറാമിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ ED ചൊവ്വാഴ്ച ഹാജരാകാൻ സമൻസ്. ഋതം ജ്വല്ലറിയുടമ ഗോവർദ്ധനന് തിരിച്ചടി. ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി. SIT-യിൽ CPM ഏജന്റുമാരെന്നും അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയും എടുക്കണമെന്നും വി.ഡി. സതീശൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊടിമര പുനർനിർമ്മാണത്തിൽ അറ്റകുറ്റപ്പണിക്ക് ഉത്തരവിട്ടത് ഹൈക്കോടതിയെന്നും സ്വർണത്തിന്റെ കണക്കിൽ വീഴ്ചയില്ലെന്നും അജയ് തറയിൽ. ലോക്സഭയിൽ സ്തംഭനം ഒഴിവാക്കാൻ സാധ്യത തെളിയുന്നു. സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാക്കൾ. ബജറ്റ് ചർച്ചയിൽ ആദ്യം സംസാരിക്കണമെന്ന നിലപാട് മയപ്പെടുത്തി രാഹുൽ ഗാന്ധി. ചർച്ചയ്ക്ക് ശശി തരൂർ തുടക്കമിടും. സ്പീക്കർക്കെതിരായ അവകാശ ലംഘന നോട്ടീസിൽ തീരുമാനം വൈകുന്നു. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചു. സഭ നടത്താൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. VC മോഹൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി SFI മാർച്ച്. സർവകലാശാലയിലേക്കുള്ള മാർച്ച് അക്രമാസക്തം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തള്ളിമാറ്റി രജിസ്ട്രാർ ഓഫീസിന് മുന്നിലേക്ക് എത്തി പ്രവർത്തകർ. പ്രതിഷേധം യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കുക, കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള DA അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിമുറുക്കി VS ശിവകുമാർ. സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPM-ന്റെ PR വർക്കെന്ന് ശിവകുമാർ. VS-ന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് A. സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ച് സുരേഷ്. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. ഈ മാസം 16 മുതൽ OP ബഹിഷ്കരിക്കും. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ ഒഴിവാക്കും. സമരം കടുപ്പിക്കുന്നത് ശമ്പള വർധനവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടു.